ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന ലൂസിഫർ സിനിമയുടെ 2ാം ഭാഗം. ഇപ്പം അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ട്രെയിലർ കാണാം. ലൈക്ക് ഒന്നാര് പോയി രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ ബാക്കിയെ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിട്ട് കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ചില്ലറ കൈയല്ല. കേരളത്തിന്റെ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു. അയാളെ എന്തിനാണ് സെറിഞ്ഞാൻ പേടിക്കുന്നത്? നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയാണ്. ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യും. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാം. Because the enemy of an enemy is a friend. But answer this one question. Who are you really? Lucifer. അല്ല കറക്റ്റ് മോഹൻലാലിന് മുമ്പിൽ പുറകിൽ സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ്. കിടില സാധനം, കിടിലോസ്കി സാധനം. ഹിറ്റി കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഹിറ്റല്ല, ബ്ലോക്ക് ബസ്റ്റർ. പൃഥ്വിരാജിന്റെ കഥയാണ് കൂടുതൽ. പൃഥ്വിരാജിന്റെ കഥ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഷാജോണെ കാണിച്ചു കണ്ടു. ഷാജോണെ കാണിച്ചത് അതായത് ഈ പഴയ പൊളിറ്റിക്സിലോട്ട് ആദ്യം മറ്റേ ഇത്രയും കണ്ട് വർഷം സ്റ്റീഫനെ മറ്റേ എവിടെയായിരുന്നു ചോദിക്കത്തില്ല, മറ്റേ ഫസ്റ്റ് പാർട്ടില് അച്ഛൻ. ആ സമയത്ത് അതിനുശേഷം പിന്നെ ആണല്ലോ പെട്ടെന്ന് ഇവ കൊണ്ടുവന്നെന്ന് പറയുന്നത് മറ്റേ പുള്ളി. എന്തായിരുന്നു പുള്ളിയുടെ പേര്? രാംദാസ്. അപ്പൊ പുള്ളിയുടെ മറ്റേ രാഷ്ട്രീയത്തിലോട്ട് സ്റ്റീഫനെ കൊണ്ടുവരുന്നത് എനിക്കൊന്ന് ആ സാധനം തോന്നുന്നു ആദ്യം പറയുന്നത്.
മറ്റേ ഈ സായികുമാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, എഴുതി ചില്ലറ കുട്ടിയ അല്ല ഈ ഇത് കാര്യം ഷാജോനെ കൊണ്ടുവന്നിട്ട് അതാ അപ്പം അന്നേരത്തെ സ്ഥിതിക്ക് അത് പഴയ രാഷ്ട്രീയത്തിലൂടെ വരുന്ന സമയത്തുള്ള, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുമ്പോൾ പിന്നെ ടൊവിനോയ്ക്ക് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. അന്നേരം എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ കുറേശ്ശെ പിന്നെ മറ്റേ ഗോവർദ്ധനം പറയുന്ന കേട്ടോ തിരിച്ചു വരണം. ഇന്ദ്രജിത്തിനും നല്ല റോളാണ്. ഇന്ദ്രജിത്ത് നല്ല റോൾ പോയി. അതെ, 27-ാം തീയതിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫാൻ ഷോ ഫസ്റ്റ് ഡേ. അല്ല, വ്യാളിയെ പുറത്തടിച്ച അതായിരുന്നു. വ്യാളിയെ അതാ മെയിൻ എനിക്ക് തോന്നുന്നു. മെയിൻ പാർട്ടിലെ വില്ലനായിട്ട് കാണിക്കുന്നത് ഒന്നെങ്കിൽ ലാസ്റ്റ് ക്ലൈമാക്സിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമ്മളിത് കാണാതെ മെയിനായിട്ട് വില്ലനായിട്ട് കാണിക്കുന്നത്. അത് കണ്ടു വേറെ കാണും. സർപ്രൈസ് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഉണ്ടെന്നാണ് ധാരണ. രാജുവേട്ടൻ ഇനി അങ്ങനെ പ്രവാസിനെ കൂടെ കൊണ്ടുവരും. പുള്ളി സിമ്പിളായിട്ട് പറ്റുമല്ലോ. അതെ, അപ്പം 27-ാം തീയതി നമ്മൾ പടം കാണും. പടം കണ്ടിട്ട് പടത്തിന്റെ റിവ്യൂ ആയിട്ട് വരും. പിന്നെ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ തിയേറ്റർ കുലുങ്ങും ഇത്തവണ, ഉറപ്പായിട്ടും കുലുങ്ങും. അപ്പം ഈ ബോളിവുഡ് ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഇത് കുറെ കാലം കൂടി എല്ലാവരും പറഞ്ഞൊന്നും വന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം വന്നു. രാജുവേട്ടൻ കുറെ പണിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ഹിറ്റ്, ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ്. ഇതിന് മുകളിൽ വെക്കാൻ വേറൊരു ഐറ്റം വരണം ഇനി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.